നോക്കൂ പ്രേംകുമാർ, ഒടുവിൽ കേരളീയം വന്ന് സ്റ്റീഫൻ ദേവസിയും ഈ ശോഭനയുടെ ഡാൻസും ചിത്രയുടെ പാട്ടുമായി ചുരുങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി എന്ന് പറഞ്ഞാൽ PR ശിവശങ്കർ മാത്രമല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും ഈ കേരളീയം എന്ന് പറയുന്നത് ബാക്കി വയ്ക്കുന്നത് യഥാർത്ഥത്തിൽ വിവാദമായിരിക്കുന്ന ആദിവാസി കുടില്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ, അതിനുശേഷം വന്ന നവകേരള സദസ്സിലെ രക്ഷാപ്രവർത്തനം, ഇതൊക്കെയാണ് കേരളത്തിൻ്റെ മനസ്സിൽ നിൽക്കുന്നത്. താങ്കളുടെ മനസ്സിൽ ശരിക്കും ആത്മാർത്ഥമായിട്ട് ചങ്കിൽ തൊട്ട് പറയാമോ പ്രേംകുമാർ, കേരളീയം തന്ന ഒരു അനുഭവം, കേരളീയത്തിൻ്റെ ഒരു ഓർമ്മ പ്രേംകുമാറിൻ്റെ മനസ്സിലുണ്ടോ? ശരിക്കും അത് കേരളത്തിൻ്റെ മനസ്സിലുണ്ടാകണം നിർബന്ധമില്ല. പ്രേംകുമാറിനെ പോലെ ബൗദ്ധികമായ മേഖലകളിലൊക്കെ താല്പര്യമുള്ള ഒരാളിനെ സംബന്ധിച്ചുള്ള എൻ്റെ ഒരു ചോദ്യമാണ്, സ്ട്രെയിറ്റ് ഫ്രം മൈ ഹാർട്ട്. ഉണ്ടെങ്കിൽ താങ്കൾക്ക് പറയാൻ കേട്ടോ. അല്ല ബൗദ്ധികമൊക്കെ പോട്ടെ, ഞാൻ 3-4 ദിവസം തിരുവനന്തപുരത്ത് അവിടെ ഉണ്ടായിരുന്നതാണ്. കുറേ ചർച്ചകളും ഡിസ്കഷൻസും ഞാൻ കണ്ടിട്ടുണ്ട്. അട്ടപ്പാടിയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ചിക്കൻ്റെ ഫുഡാണ് എൻ്റെ ഓർമ്മയിൽ ഏറ്റവും കൂടുതൽ. ഈ പറഞ്ഞ ഭയങ്കര തിരക്കുള്ള പരിപാടികൾ നടക്കുന്ന സ്ഥലത്തേക്ക് എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഭയങ്കര ജനത്തിരക്കായിരുന്നു അവിടെ. അതായത് തുടക്കത്തിൽ നിങ്ങൾ ചെലവ് കൂടുതലാണ്, കേരളം കടത്തിലാണെന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് ഇപ്പോൾ അവസാനം PR ശിവശങ്കറൊക്കെ ഇതിനെപ്പറ്റി വളരെ വളരെ എസ്തെറ്റിക് ആയ ഡിസ്കഷൻസിലാണ്. അതായത് ഫ്യൂഷൻ സ്റ്റേജിലാണോ നടക്കേണ്ടത്, ടെലിവിഷനിലാണോ, കൃത്യമായിട്ടും ചർച്ച ചെയ്യേണ്ട കാര്യമാണ്, വളരെ കൃത്യമായി ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ എനിക്ക് ഓർമ്മ വരുന്നത് പഴയ പൊന്മുട്ടയിടുന്ന താറാവ് എന്ന് പറഞ്ഞ സിനിമയിലുണ്ട്. മഴവില്ല് കാണണം എന്ന് പറയുമ്പോൾ മഴവില്ല് കാണാൻ പുറത്തൊന്നും പോകണ്ടെന്ന് പറഞ്ഞ് വായിൽ ഇങ്ങനെ വെള്ളമാക്കി തുപ്പിക്കൊടുത്തിട്ട് മഴവില്ല് കണ്ടോളൂ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ഓർമ്മിക്കുന്നുണ്ട് PR ശിവശങ്കർ. എന്തായാലും PR ഇരിക്കുന്നത് കൊച്ചിയിലാണ്, നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത് വിമാനത്താവളത്തിലൊന്നും അല്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് സമാധാനമുണ്ട്. അപകടമൊന്നും പറ്റാതിരിക്കട്ടെ. പിന്നെ കേരളം ഭയങ്കര ദരിദ്രം എന്നുള്ള ഒരു ഇമേജ് പറയുന്നത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഇവിടുത്തെ പെർ ക്യാപിറ്റ ഇൻകം എന്നുള്ളത് 3,52,000 അതായത് USA പെർ ക്യാപിറ്റ ഇൻകം ഉള്ള നാടാണ് നമ്മളത്. ഡിസംബർ എന്നുള്ളത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന സമയമാണ്. കഴിഞ്ഞ തവണ നവംബറിലായിരുന്നു. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള ടൂറിസ്റ്റുകൾ വരുന്ന സമയമാണ് ഡിസംബർ. ആ ഡിസംബറിൽ കഴിഞ്ഞതിനേക്കാൾ വിപുലമായി കേരളീയം എന്നുള്ള പ്രോസസ്സ് നടത്തിയാൽ അത് ടോട്ടൽ ഇക്കണോമിക് ആക്ടിവിറ്റീസിനെയും ബൂസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ്. പക്ഷേ ശോഭന ഡാൻസ് കളിച്ചില്ലേ, ശോഭന അതിനുശേഷം BJP പോയില്ലേ എന്ന് പറയുന്നത് ഇതേ സാധനം നിങ്ങൾ തിരിച്ചും പറയും. അതായത് അവിടെ ഡാൻസ് കളിച്ച ഒരാള് CPM കാൻഡിഡേറ്റ് ആയിരുന്നുവെങ്കിൽ നിങ്ങൾ എന്താ പറയാ, CPM കാൻഡിഡേറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി